ഇനി ആലപ്പുഴ ജില്ലയിൽ തെരുവുനായയുടെ ശല്യം പെരുകുമ്പോൾ നായയുടെ കടിയേറ്റാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേറിട്ട കാഴ്ചയൊരുക്കുകയാണ് റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറായ ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശി സോണി. ആ വിശേഷങ്ങൾ നോക്കാം. സോണി ഒരുക്കിയ സ്റ്റോളിലേക്ക് സന്ദർശകരെ വരവേൽക്കുന്നത് ശൗര്യമുള്ള നായയുടെ കുരയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത നായയുടെ ശില്പത്തോടൊപ്പം തന്നെയാണ് കുരയും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ളത്. നായയെ മാത്രമല്ല പൂച്ചയുടെ രൂപവും ഇങ്ങനെ സജ്ജമാക്കിയിട്ടുണ്ട്. കടിയേറ്റ മനുഷ്യന്റെ ശില്പമാണ് സ്റ്റോളിന്റെ പ്രധാന ആകർഷണം. സ്റ്റോളിന് മുന്നിലൂടെ ആരെങ്കിലും കടന്നുപോയാൽ നായ കുരയ്ക്കുന്ന തരത്തിൽ സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. കടിയേറ്റ ഭാഗം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുന്ന രീതിയിലാണ് യുവാവിന്റെ രൂപം. നായയുടെ കടിയേറ്റ ഭാഗം 15 മിനിറ്റോളം സോപ്പ് വെള്ളത്തിൽ കഴുകിയാൽ രോഗാണുക്കൾ 90% നശിക്കുമെന്ന് സോണി പറയുന്നു. ഇതറിയാതെയാണ് ഭൂരിഭാഗം പേരും ചികിത്സ തേടുന്നത്. കടിയേറ്റ വ്യക്തി അപകടാവസ്ഥയിലാകുന്നത് ഇങ്ങനെയാണ്. രോഗാണുബാധയുള്ളൊരു പട്ടിയെ കടിച്ചതെങ്കിൽ അതിൻ്റെ രോഗാണുക്കൾ ആ കടികളിലെ മുറിവിലൂടെ അകത്തേക്ക് കയറും. പക്ഷെ അതൊരു മിനിമം 1 മില്ലിമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വേണമെന്നുള്ളതാണ് പറയുന്നത്, ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഈ വൂണ്ട് അല്ലെങ്കിൽ ആ മുറിവേറ്റ ഭാഗം വൃത്തിയായിട്ട് കഴുകുകയാണെങ്കിൽ ഒരു 100% അല്ലെങ്കിൽ 99% ആ രോഗത്തെ തടഞ്ഞു നിർത്താൻ പറ്റും. അതിനുശേഷം ആണ് രണ്ടാമത്തെ കാര്യം ആലോചിക്കേണ്ടത് ആ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മനസ്സിൽ പതിയുന്ന രൂപങ്ങളും ശബ്ദവിന്യാസവും സന്ദർശകരെ ആഴത്തിൽ സ്വാധീനിക്കുമെന്നാണ് സോണിയുടെ അഭിപ്രായം. മുൻ ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടറായ സോണി ജില്ലാ മെഡിക്കൽ ഓഫീസർ, NRHM, മാസ് മീഡിയ എന്നിവയ്ക്കായി നിരവധി പ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബോധവൽക്കരണ ശില്പങ്ങൾ പലരും ഒരുക്കിയിട്ടുണ്ടെങ്കിലും സെൻസറുമായി ബന്ധിപ്പിച്ചുള്ള ശില്പനിർമ്മിതി ഇന്ത്യയിൽ തന്നെ ആദ്യമാണെന്നാണ് സോണിയുടെ വാദം. സോണിയുടെ പെയിന്റിങ്ങുകളും ശില്പങ്ങളും മുൻപും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലിയിൽ നിന്നും വിരമിച്ച സോണി തുടർന്ന് ഏകാരോഗ്യം പദ്ധതിയിൽ ജില്ലാ മെന്ററായിരുന്നു. ചിത്രകലയിൽ ഡിപ്ലോമ ഹോൾഡറുമാണ്. ഭാര്യ ആശാലത ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ ജില്ലാ ഓഫീസ് ജീവനക്കാരിയാണ്. മക്കളായ അനഘയും ആർജിത്തും അച്ഛന്റെ പാത പിന്തുടർന്ന് ചിത്രകലയിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.